മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കോഡി ഗാക്പോ ഗോൾ നേടിയതോടെ ലിവർപൂൾ ഫുൾഹാമിനെതിരെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചതാണ്. ജേഴ്സി ഊരിക്കൊണ്ട് ഗ്യാക്പോ വിജയം ഉറപ്പിച്ച് സെലിബ്രേഷൻ നടത്തി. എന്നാൽ 7 മിനിറ്റ് നീണ്ട ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷമാണ് കളിയെ ആകെ മാറ്റിമറിച്ച ഗോളിൽ ലിവർപൂൾ സമനിലയിൽ കുരുങ്ങുന്നത്. ഇതോടെ തുടർച്ചയായ 2ാം മത്സരത്തിലാണ് ലിവർപൂൾ സമനില വഴങ്ങുന്നത്. സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വൻ തുക ചെലവഴിച്ച താരങ്ങളെ എത്തിച്ചിട്ടും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തത് ലിവർപൂളിനെ വലയ്ക്കുന്ന കാര്യമാണ്. ആദ്യ 11-ൽ പല വ്യത്യാസങ്ങളുമായാണ് ലിവർപൂൾ ക്രാവൻ കോട്ടേജിലേക്ക് എത്തിയത്. ആഫ്കോൺ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ മുഹമ്മദ് സല നാഷണൽ ടീമിനൊപ്പമാണ്. ഹാംസ്ട്രിംഗ് ഇഞ്ചുറി മൂലം ഹ്യൂഗോ എക്കിറ്റേക്കയും പുറത്താണ്. പകരം ഗ്യാക്പോയാണ് സെൻട്രൽ സ്ട്രൈക്കറായി കളത്തിലിറങ്ങിയിരുന്നത്. കൂടാതെ അലക്സാണ്ടർ ഇസാക്കും പരിക്ക് മൂലം പുറത്താണ്. മത്സരം തുടങ്ങി 17ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. കൊണാറ്റയെ മറികടന്ന ഫുൾഹാം സ്ട്രൈക്കർ റൗൾ ഹിമെനസ് ഹാരി വിൽസന് ഒരു പാസ് നൽകുന്നു. ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കിലൂടെ ഹാരി വിൽസൺ ലിവർപൂളിന്റെ വല കുലുക്കി. റെഫറി ഉടൻ ഓഫ്സൈഡ് വിളിച്ചെങ്കിലും പിന്നീട് വാർ പരിശോധിച്ച ശേഷമാണ് ഗോൾ അനുവദിച്ചത്. ആദ്യ പകുതിയിൽ ഏറ്റവും കൂടുതൽ പൊസഷൻ കൈവശമുണ്ടായിരുന്നത് ലിവർപൂളിന് തന്നെയായിരുന്നു. മികച്ച പല അവസരങ്ങളും സൃഷ്ടിച്ചിരുന്നെങ്കിലും ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ആദ്യ പകുതിയിൽ ഗ്യാക്പോയ്ക്കാണ് മികച്ച അവസരങ്ങൾ ലഭിച്ചത്. എന്നാൽ ഫുൾഹാമിന്റെ പോസ്റ്റിലേക്ക് തൊടുത്ത ഷോട്ട് പുറത്തേക്ക് പോയി. പിന്നീട് ഒരു ഹെഡർ പോസ്റ്റിൽ തട്ടി തെറിക്കുകയും ചെയ്തു. 2ാം പകുതി തുടങ്ങി 2 മിനിറ്റിനകം തന്നെ ഗ്യാക്പോയ്ക്ക് വീണ്ടും മികച്ച ഒരു അവസരം ലഭിച്ചു. മിലോസ് കെർക്കസ് നൽകിയ ക്രോസ് കൃത്യമായി വലയിലെത്തിച്ചെങ്കിലും അത് ഓഫ്സൈഡ് ആയിരുന്നു. പിന്നീട് സോബോസ്ലയുടെ കോർണറിൽ നിന്ന് മക്കലിസ്റ്ററുടെ ഹെഡർ ക്രോസ് ബാറിൽ തട്ടി മടങ്ങി. അധികം വൈകാതെ തന്നെ ലിവർപൂളിന് സമനില പിടിക്കാനുള്ള അവസരം ലഭിച്ചു. 57ാം മിനിറ്റിൽ ബ്രാഡ്ലി നൽകിയ അസിസ്റ്റിൽ ഫ്ലോറിയൻ വിറ്റ്സ് ലക്ഷ്യം കണ്ടതോടെ ലിവർപൂൾ സമനില ഗോൾ നേടി. എന്നാൽ ഇവിടെയും ഗോൾ ഓഫ്സൈഡ് ആണോ എന്ന സംശയമുയർന്നു. ഓഫ്സൈഡ് ആണെന്ന ധാരണയിൽ വിറ്റ്സ് തന്നെ സെലിബ്രേഷൻ നടത്തിയതുമില്ല. പിന്നാലെ റഫറി ഓഫ്സൈഡ് വിളിക്കുകയും ചെയ്തു. എന്നാൽ വാർ പരിശോധിച്ചതോടെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. വിറ്റ്സ് ഓൺസൈഡ് ആണെന്നതിനാൽ ഗോൾ അനുവദിച്ചു. ഇഞ്ചുറി ടൈമിലാണ് ലിവർപൂളിന്റെ 2ാം ഗോൾ പിറക്കുന്നത്. മത്സരത്തിലെ 94ാം മിനിറ്റ് ഫുൾഹാമിന്റെ ഹാഫിൽ റൈറ്റ് ഫ്ലാങ്കിലേക്ക് ജെറമി ഫ്രിംഗ്പോങ് ഒരു റണ്ണ് നടത്തുന്നു. തുടർന്ന് ബ്രാഡ്ലിയിൽ നിന്ന് പന്ത് സ്വീകരിച്ച ശേഷം പെനാൽറ്റി ബോക്സിലേക്ക് എത്തിയ കോഡി ഗാക്പോയ്ക്ക് ഒരു ക്രോസ് നൽകുന്നു. ഗ്യാക്പോ ഒട്ടും പിഴയ്ക്കാതെ വലങ്കാൽ കൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടെടുക്കുന്നു. ലിവർപൂൾ ആരാധകർ ആവേശത്താൽ ആർത്തു വിളിച്ച നിമിഷം. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ലിവർപൂൾ ലീഡ് നേടിയിരിക്കുന്നു. മത്സരം വിജയിച്ചു എന്ന് തന്നെ ഉറപ്പിച്ചതാണ്. എന്നാൽ സ്വന്തം ഗ്രൗണ്ടിൽ വെച്ച് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഫുൾഹാം തയ്യാറല്ലായിരുന്നു. കേവലം 2 മിനിറ്റ് മാത്രമേ ലിവർപൂൾ ആരാധകരുടെ ആഘോഷത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 92ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ഹാരിസൺ റീഡാണ് ലിവർപൂളിന് പണി കൊടുത്തത്. മത്സരം അവസാനിക്കാൻ 50 സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കെ ഫുൾഹാമിന്റെ വിങ്ങറായ കെവിനിൽ നിന്ന് ഹാരിസൺ പാസ് സ്വീകരിക്കുന്നു. ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് ടച്ചിൽ തന്നെ ഗോൾ പോസ്റ്റിൽ നിന്ന് 30 വാര അകലെ നിന്ന് ഒരു കിടിലൻ ഷോട്ട് പായിക്കുന്നു. ലിവർപൂളിന്റെ പ്രതിരോധ താരങ്ങളെയും ഗോൾ കീപ്പർ അലിസൺ ബെക്കറെയും കാഴ്ചക്കാരാക്കി പന്ത് ലിവർപൂൾ പോസ്റ്റിലേക്ക് പതിച്ചു. അതെ, 97ാം മിനിറ്റിൽ ഫുൾഹാം ലിവർപൂളിനോട് സമനില പിടിച്ചിരിക്കുന്നു. 6 വർഷത്തിനിടെ ഹാരിസൺ റീഡ് നേടുന്ന 4ാമത്തെ മാത്രം ഗോളാണിത്. പ്രതിരോധത്തിലെ പിഴവുകളാണ് ലിവർപൂളിനെ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വലച്ചത്. കൊണാറ്റയും വാൻഡൈക്കും അടക്കമുള്ള പ്രതിരോധ നിരയിൽ ഫുൾഹാമിന്റെ മുന്നേറ്റ നിര നിരന്തരം പരീക്ഷിച്ചിരുന്നു. കൂടാതെ പ്രധാന താരങ്ങളായ സല, എക്കിറ്റിക്കെ തുടങ്ങിയവരുടെ അഭാവവും ലിവർപൂൾ അറ്റാക്കിങ്ങിനെയും ടീമിന്റെ ക്രിയേറ്റിവിറ്റിയെയും ബാധിച്ചു. എങ്കിലും ഫ്ലോറിയൻ വിറ്റ്സിന്റെ പ്രകടനത്തിൽ വന്ന പുരോഗതി ലിവർപൂളിന് ആശ്വാസം നൽകുന്നതാണ്. നിലവിൽ പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്ക് പിന്നിലായി 4ാം സ്ഥാനത്താണ് ലിവർപൂൾ. ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയ്ക്കായുള്ള സാധ്യതകൾ സജീവമാണെങ്കിലും നിലവിലെ പിഴവുകൾ തിരുത്തി മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്.